50 വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നു. നമ്മൾ പുതുതലമുറയിലെ പ്രേക്ഷകർ കണ്ട് പരിചയമില്ലാത്ത ഒരു ദൃശ്യാനുഭവം സമ്മാനിക്കുകയാണ് മമ്മൂട്ടി ചിത്രമായ ഭ്രമയുഗം. മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ ഒരു മുഴുനീള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. കളർ ചിത്രം മാത്രം കണ്ട് ശീലിച്ച പ്രേക്ഷകർ ഇവരെ പിടിച്ചിരുത്തുക എന്ന വെല്ലുവിളിയാണ് അണിയറ പ്രവർത്തകർ ഏറ്റെടുത്തത്. ആ പ്രയത്നം വിജയിച്ചു എന്ന് തന്നെ വേണം പറയാൻ. സാങ്കേതിക വിദ്യയുടെ മികച്ച പരീക്ഷണം കൂടിയാണ് ഭ്രമയുഗം. കാലം കടന്നു പോകുമ്പോൾ കഥാപാത്രങ്ങൾക്കുണ്ടാകുന്ന ചെറിയ മാറ്റം പോലും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അതിവൈദഗ്ധ്യത്തോടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. കളർ സിനിമകൾ അടക്കി വാഴുന്ന മേഖലയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരീക്ഷണം നടത്തുക എന്നത് തന്നെ വെല്ലുവിളിയാണ്. വെളിച്ചത്തിൻ്റെ ക്രമീകരണത്തിലൊക്കെ ചെറിയ പാളിച്ചകൾ പോലും സിനിമയെ ബാധിക്കുമായിരുന്നു. ശബ്ദം കൊണ്ടൊരു ലോകം സ്ക്രീനിന് പുറത്തും സൃഷ്ടിക്കാൻ പശ്ചാത്തല സംഗീതം കൊണ്ട് കഴിഞ്ഞു. 3 കഥാപാത്രങ്ങൾക്കൊപ്പം മുഴുനീള ചിത്രീകരണത്തിനായി ഒരുക്കിയ മനയും അതിലെ ഓരോ വസ്തുക്കളും ശ്രദ്ധിക്കപ്പെട്ടു. മറ്റെല്ലാത്തിനും അപ്പുറം മമ്മൂട്ടി എന്ന മഹാനടൻ്റെ വേഷപ്പകർച്ച തന്നെയാണ് ഭ്രമയുഗത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. പുതിയ കാലത്ത് പുതിയ പരീക്ഷണങ്ങൾക്ക് വഴിതെളിച്ചു കൊടുക്കുന്നതിൻ്റെ മികവ് ഇവിടെയും പ്രകടമായി. വിധേയൻ, പാലേരി മാണിക്യം, ഏറ്റവും ഒടുവിൽ പുഴുവിലും നെഗറ്റീവ് റോളുകൾ ഗംഭീരമാക്കിയിരുന്നുവെങ്കിലും കൊടുമൺ പോറ്റിയുടെ ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കും. ഒന്നിച്ചഭിനയിച്ച അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും ഒന്നിനൊന്നു മെച്ചം. പുത്തൻ സാങ്കേതിക വിദ്യയിൽ പഴയ കാലത്തെ ചിത്രീകരിച്ച ഭ്രമയുഗം മികച്ച ഹൊറർ ദൃശ്യാനുഭവമാണ് പകരുന്നത്. ഒരു കാലത്ത് യക്ഷിയും കുട്ടിച്ചാത്തനും മലയാള സിനിമയിൽ പ്രധാന പ്രമേയമായി വിജയങ്ങൾ കൊയ്തിരുന്നു. പിന്നീട് ഹോളിവുഡ് സിനിമകളിലുള്ള പശ്ചാത്തലങ്ങൾ കടമെടുത്ത് പരീക്ഷണങ്ങളും നടത്തി. ഇന്ന് മാറ്റങ്ങളോട് അതിവേഗം പ്രതികരിക്കുന്ന മലയാള സിനിമയിൽ അതുകൊണ്ട് തന്നെ വേറിട്ട ഇടം കണ്ടെത്തുകയാണ് ഭ്രമയുഗം.